Voice clear ആണ് മാം. Okay. So I will share the PPT with you guys. Hello, is it visible? Yes, it is. Okay. Okay. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സസും മെയിൻ UK, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസും നമ്മൾ കൂടുതലും സ്റ്റുഡൻസിനെ വിടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ എല്ലാവർക്കും അറിയാം. UK റൂൾസ് ചേഞ്ച് ആയി, കാനഡ റൂൾസ് ചേഞ്ച് ആയി. ഡെഫിനറ്റ്ലി ന്യൂസിലൻഡിനും ഓസ്ട്രേലിയയും പോകണമെങ്കിൽ ഫണ്ടിങ് പാർട്ട് ഡിഫിക്കൽട്ടായി. അപ്പോൾ ഇനി എന്താണ് അടുത്ത ഓപ്ഷൻസ് എന്താണ്? യൂറോപ്പ് ഷെങ്കൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് കുറെ വർഷങ്ങൾ മുന്നേ തൊട്ടേ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ റിക്വയർമെന്റ്സ് ആർക്കും അറിയാത്തത് കൊണ്ടും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് സെല് ചെയ്യാൻ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾക്ക് ഏറ്റവും ഹൈലൈറ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് നമുക്കുണ്ട് കൺട്രിയിൽ ബേസ്ഡ് ഓൺ ബഡ്ജറ്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഷെങ്കനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ്, ലോ പെയ്ഡ് ഓപ്ഷൻസ്, ലോ പെയ്ഡ് എന്ന് പറഞ്ഞാൽ 2.5, 3 lakhs ഈ റേഞ്ചിലൊക്കെ ഫീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഫ്രം ഇന്ത്യ ട്രാവൽ ചെയ്യുന്ന എക്സ്പെൻസും അക്കൗണ്ടിൽ കാണിക്കുന്ന എക്സ്പെൻസും അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഫണ്ടിങ് പാർട്ട് നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫ്രം ഇന്ത്യ ട്രാവൽ ചെയ്യുമ്പം ഒരു 2 lakhs 1.5 3 lakhs ട്യൂഷൻ ഫീസ് ആണെങ്കിൽ പോലും ഇവർക്ക് കുറച്ച് എക്സ്പെൻസസ് വരും. ലൈക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരും. അതായത് UK ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്തുക. കാര്യം അതൊരു 150-200 euro ഒക്കെ വരും. എന്ന് വെച്ചാൽ ഒരു 15,000-20,000 euro ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് തന്നെ വരാം. അപ്പം ഇത് ഫീസ് പ്ലസ് എക്സ്പെൻസ് ഒരു 2 lakh അല്ലെങ്കിൽ 3 lakh. നമ്മള് UK-ക്കോ കാനഡയ്ക്കോ ഓസ്ട്രേലിയയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ജസ്റ്റ് രജിസ്ട്രേഷൻ ഫീസ് എല്ലാം വാങ്ങിത്തുള്ളൂ. ഷെങ്കൻ കൺട്രീസിൽ നോക്കുമ്പോഴത്തേക്കിന് കൂടുതലും സ്കോളർഷിപ്പ്, ഫ്രീ എഡ്യൂക്കേഷൻ, ലോ പെയ്ഡ് ഫീസ് വരുന്ന രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, നെതർലാൻഡ്, ഫിൻലാൻഡ് ഇതൊക്കെ ഫീസ് വരുന്ന രാജ്യങ്ങളാണ്. അപ്പം അത് അല്ലെങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളായിരിക്കും കൂടുതൽ പോയിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കൺട്രീസ് ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഹംഗറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചാർജ് ചെയ്യും. ബിക്കോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് ഒന്നും കിട്ടത്തില്ല UK പോലെ. ഇന്ത്യ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 5 to 6 lakhs സ്പെൻഡ് ചെയ്യാനുണ്ടോ? അക്കൗണ്ടിൽ ഒരു 10 lakhs 3 months ഷോ മണി, അതായത് ലിവിങ് എക്സ്പെൻസ് നമ്മൾ ഷോ ചെയ്യുവാണ്. UK പോലെ 28 days അല്ല. UK പോലെ ഷോ മണി തേർഡ് പാർട്ടി വഴി ചെയ്യാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 monthsലേക്ക് ആ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഡിഫറൻസ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ കൺട്രിയുടെ എന്താ റിക്വയർമെന്റ് എന്ന് പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾക്ക് ഒരു കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ. ഒരു ഫ്രം ഇന്ത്യ ഒരു 5-6 ലക്ഷം ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് പ്രോഗ്രാം എടുത്തു വേണമെങ്കിലും, നഴ്സിംഗ് ആണോ, മാനേജ്മെന്റ് ആണോ, ആർട്സ് റിലേറ്റഡോ, സയൻസ് റിലേറ്റഡോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അവർക്ക് ഫ്രം ഇന്ത്യ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്രയും എക്സ്പെൻസിൽ നമുക്ക് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കാനുണ്ടാവും. ഓക്കെ, ദെൻ ഒരു ഷെങ്കന്റെ അഡ്വാൻറ്റേജസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വിത്തൗട്ട് IELTS നമുക്ക് നല്ല നല്ല പ്രോഗ്രാംസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും ലോ പെയ്ഡ് ഓപ്ഷനിൽ. ഓക്കെ, ഒരിക്കലും ഫ്രീ എഡ്യൂക്കേഷനിലല്ല, ലോ പെയ്ഡ് ഓപ്ഷനിൽ നമുക്ക് ഫ്രീ വിത്തൗട്ട് എനി റിക്വയർമെന്റ്, അതായത് IELTS ടോഫിലോ GMAT GRE അങ്ങനത്തെ റിക്വയർമെന്റ് ഒന്നും ഇല്ലാതെയും കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒരു എല്ലാ കാറ്റഗറിയിലും ഉണ്ടാവും. ഓക്കെ, പിന്നെ നല്ല റാങ്കിങ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലായിരിക്കും നമുക്ക് അഡ്മിഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കോളർഷിപ്സ് അവൈലബിൾ ആയിരിക്കും. ഈ കുട്ടികൾക്ക് ഫ്രം ഇന്ത്യ മാത്രമല്ല, അവിടെ ചെയ്യുന്നതിന് ശേഷം ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തെ സ്റ്റഡിയുടെ ഇവാലുവേഷനിൽ നിന്ന് 1 year ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പാർട്ട് ടൈം മറ്റുള്ള കൺട്രി പോലെ തന്നെ 20 hours ആണ് മിനിമം. സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് ഷെങ്കനിൽ പൊതുവെ 1 year ഒക്കെയാണ്. ചില രാജ്യങ്ങൾ മാത്രമേ 1.5 വർഷം 2 വർഷം ഒക്കെ കിട്ടത്തുള്ളൂ. ബാക്കി പൊതുവെ മെജോറിറ്റി 80% 6 to 9 months അല്ലെങ്കിൽ 1 year ഇതാണ്. പക്ഷെ ഷെങ്കന് ഒരു കൺട്രിയുടെ വിസ ഉണ്ടെങ്കിൽ നോ നീഡ് എനി അതർ കൺട്രി വിസ.
ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫ്രാൻസിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ നിയർ ബൈ കൺട്രി ജർമ്മനിയോ അല്ലെങ്കിൽ പോളണ്ടിലൊക്കെ പോകണമെങ്കിൽ ബസ് കാശോ അല്ലെങ്കിൽ ട്രെയിനിന്റെ ഫെയറോ ഫ്ലൈറ്റിന്റെ ഫെയറോ ഇപ്പം കാറൊക്കെ ഉണ്ടെങ്കിൽ ബൈ റോഡിൽ പോകുന്ന പെട്രോൾ എക്സ്പെൻസ് അതിന്റെയൊക്കെ ആവശ്യം മീനിങ് ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ UK പഠിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? UK പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, അതില്ലാത്ത കുട്ടികൾക്ക് സ്പൗസിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ദേ ഹാവ് ടു റിട്ടേൺ ബാക്ക് അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് റൂൾ ചേഞ്ച് UK വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? UK എന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പറ്റില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഫ്രാൻസിൽ പോയി അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. ദേ ക്യാൻ എനി ടൈം ദേ ക്യാൻ ഗോ ടു ജർമ്മൻ ആൻഡ് ഫൈൻഡ് എനി ജോബ്. അപ്പം അത് ഈസി ആയിരിക്കും അവർക്ക്. ബിക്കോസ് ഒരു വേറെ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവത്തില്ല കമ്പയർ വിത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. കാര്യം ലൈഫ് സെക്യൂർഡ് ആയിരിക്കും. ഒരു രാജ്യത്ത് മാത്രമല്ല, ഒരു 26 ഷെങ്കൻ കൺട്രീസ് ആണ് വരുന്നത്. അപ്പൊ 27 ഷെങ്കൻ കൺട്രീസ് ആയിട്ടുണ്ട്, സോറി. അപ്പൊ 27 ഷെങ്കൻ കൺട്രീസിലേക്ക് അവർക്ക് എനി ടൈം ആക്സസ് ഉണ്ട്. ഓക്കെ, ദേ ആർ ഗെറ്റിംഗ് ഷെങ്കൻ വിസ. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി, പ്ലന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരു കുട്ടി പഠിക്കാൻ പോകുന്ന രാജ്യം ഇപ്പൊ ലാറ്റ്വിയാണ്, അയ്യോ അതൊരു ചെറിയ രാജ്യമാണല്ലോ എന്നുള്ളൊരു വിഷമം വേണ്ട. ആഫ്റ്റർ സ്റ്റഡീസ് ജർമ്മനോ അല്ലെങ്കിൽ നെതർലാൻഡോ ഫിൻലാൻഡോ ഇഷ്ടമുള്ള കൺട്രിയിലേക്ക് മൂവ് ചെയ്യാം, ജോബ് നോക്കാം, അവിടുത്തെ TRP എടുത്തിട്ട് അവർക്ക് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ബേസിക് യൂറോപ്പിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലോ പെയ്ഡ് കൺട്രീസ് ആണ്, ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഹംഗറി. ഓക്കെ, ഇപ്പോഴത്തെ ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന 4 രാജ്യങ്ങളാണ്. പിന്നെ ഓസ്ട്രിയ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ ജർമ്മനി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇത്രയും രാജ്യങ്ങളാണ് ഇപ്പൊ നിലവിൽ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഹംഗറി ഇത്രയും രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റിൽ തന്നെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് ലാറ്റ്വിയ, ലിത്വാനിയ ഒരേ റോളിൽ തന്നെയാണ്. ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ലാറ്റ്വിയ, ലിത്വാനിയയുടെ റിക്വയർമെന്റ് വരുന്നത്. മിനിമം ഈ കൺട്രിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ റിക്വയർമെന്റിൽ നമുക്ക് 60% ആണ് നമുക്ക് അഡ്മിഷൻ റിക്വയർമെന്റ് വേണ്ടത്. 60% ഇല്ലാതെ ഒരു ഫയലും നിങ്ങൾ ലാറ്റ്വിയ, ലിത്വാനിയയ്ക്ക് എടുക്കാൻ പാടില്ല. ബിക്കോസ് 59.9% ആണെങ്കിൽ പോലും ലാറ്റ്വിയയ്ക്കും ലിത്വാനിയയ്ക്കും നിങ്ങൾ ജർമ്മനിയിൽ APS കേട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ AIC അല്ലെങ്കിൽ SKVC എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഇവാലുവേഷൻ പ്രോസസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ചെയ്തതിനു ശേഷമായിരിക്കും ഇത് ചെയ്യുന്നത്. 45 വർക്കിംഗ് ഡേയ്സ് ആണ് ഇത് എടുക്കുന്നത്. ലിത്വാനിയയിൽ അല്ലെങ്കിൽ ലാറ്റ്വിയൻ വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത്. അപ്പം ഇത് ക്ലിയർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ 60% പോകുന്ന കുട്ടികൾക്കാണ് കൂടുതലും സാധ്യത. 58ഉം 59ഉം ഒക്കെ പോയിട്ടുണ്ടെന്ന് പണ്ട് കുറെ നാൾക്ക് മുന്നേ പോയിട്ടുണ്ടാവും. ഇനിയും തൊട്ടുള്ള ഇൻടേക്കിലൊന്നും ഇത് നടക്കത്തില്ല. ഓക്കെ, അപ്പൊ മിനിമം 60% ഇല്ലാത്ത ഒരു കുട്ടിയും ലാറ്റ്വിയ, ലിത്വാനിയയിലേക്ക്, ഈവൻ ഹംഗറിയിലേക്കും, ഈ 3 രാജ്യങ്ങൾക്കും നിങ്ങൾ ഫയൽ എടുക്കരുത്. ഓക്കെ, ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് UGക്ക് ഒരു 23 വരെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, PGക്ക് അപ് ടു 30 വരെ എടുക്കാം. ഇതിന് മുകളിലോട്ടുള്ള ഏജിന് നമുക്ക് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ബട്ട് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ട്രൈ ചെയ്യും. ആൻഡ് ട്യൂഷൻ ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 lakhs, ഒരു മാക്സിമം 4 lakh ഒക്കെ ഉള്ളൂ ലാറ്റ്വിയ, ലിത്വാനിയയുടെ ഫീസ് ഒക്കെ വരുന്നത്. അതിൽ കൂടുതൽ ഫീസ് വരുന്നത് ഡെഫിനറ്റ്ലി ഉണ്ട്. MBBSനുണ്ട് ഫീസ് വരുന്നത്. MBBSന്റെ ഫീസ് ഒരു 12 lakh 13 lakhs പെർ ഇയർ വരും. ഓക്കെ, അതല്ലാതെ ഒരു ഏത് പ്രോഗ്രാം ആർട്സ് റിലേറ്റഡ്, സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് ഇതൊക്കെ എടുത്താലും ഒരു 4 lakhs റേഞ്ചിൽ അതിൽ താഴെ നമുക്ക് ഓപ്ഷൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ലാറ്റ്വിയ, ലിത്വാനിയ. കുട്ടികൾ ഇപ്പൊ ഏത് ഓപ്ഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ലാറ്റ്വിയ, ലിത്വാനിയയിൽ കൊടുക്കാൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറയാം. 60% മാർക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ UK കാണുന്ന പോലെ ഒരു 10-15 സബ് ഡിവിഷൻസ് ഒന്നും ഉണ്ടാവില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സൈബർ സെക്യൂരിറ്റി, AI റിലേറ്റഡ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടാവത്തുള്ളൂ. ഡെഫിനറ്റ്ലി നമുക്ക് ആ സ്ട്രീമിന് ഒരു ഓപ്ഷൻ കൊടുക്കാം, അല്ലാതെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റിക്ക് 1-2 ഓപ്ഷനെ ആ സെയിം ഫീൽഡിൽ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒന്നും ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവത്തില്ല സെയിം സബ്ജക്റ്റിന്. ഓക്കെ, ദെൻ ഷോ മണി.
എല്ലാവരും ഇപ്പൊ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലിവിങ് എക്സ്പെൻസ്, അതായത് ഷോ മണി അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടി തേർഡ് പാർട്ടി അസിസ്റ്റൻസ് ഉണ്ടെന്നുള്ള കാര്യം. തേർഡ് പാർട്ടി അസിസ്റ്റൻസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ബിക്കോസ് ചെയ്യാം, അത് സ്റ്റുഡൻസിന്റെ റിസ്കിൽ. അല്ലാതെ തേർഡ് പാർട്ടി അസിസ്റ്റൻസ് കഴിവതും ഒഴിവാക്കുക. ബിക്കോസ് നിങ്ങൾക്ക് വിസയാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്റ്റുഡന്റ് ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി അസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഫോർ ഷെങ്കൻ കൺട്രീസ്. ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ സ്വർണം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചോ പലിശയ്ക്ക് എടുത്തോ എങ്ങനെയോ ഫണ്ട് അറേഞ്ച് ചെയ്യാം. ഒരു 2 സ്പോൺസറിനെ ആഡ് ചെയ്യാം. ഇപ്പം സ്പോൺസർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ജോലി ഉള്ള ആളോ ബിസിനസ് ഉള്ള ആളോ, എന്ന് വെച്ചാൽ ഈ അറേഞ്ച് ചെയ്യുന്ന പൈസ അക്കൗണ്ടിൽ ഇട്ടാൽ ആൾക്ക് സ്പോൺസർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവണം. അങ്ങനെയുള്ള ആളെ മാത്രം സ്പോൺസർ ആക്കുക. ഓക്കെ, സോ ഷോ മണിയെ കുറിച്ച് പറയുമ്പം ലിവിങ് എക്സ്പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ UG പ്രോഗ്രാം ആണെങ്കിൽ 12 lakhs 3 monthsലേക്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പറയാം. ബോത്ത് ലാറ്റ്വിയ ആൻഡ് ലിത്വാനിയ 10 to 12 lakhs. ഈവൻ 10 lakhs വരെ ഓക്കെ ആണ്, അതിൽ താഴോട്ട് പോവാതിരിക്കാം. ആൻഡ് PG ആണെങ്കിൽ ഒരു 8 lakhs കാണിക്കാൻ പോവാം. മാസ്റ്റർ ലെവൽ പ്രോഗ്രാമിന് 8 lakhs കാണിക്കുക. ഇത് രണ്ടും 3 months സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ആഡ് ചെയ്താൽ മതി. സ്പോൺസേഴ്സ് എപ്പോഴും പേരൻസ്, പെറ്റർണൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, ആൻഡ് അങ്കിൾ, ഗ്രാൻഡ് പേരൻസ്, ഇത്രയും ആൾക്കാർക്ക് സ്പോൺസർ ചെയ്യാം. റിലേറ്റീവ് അല്ലാത്ത ഒരാളെയും നമുക്ക് സ്പോൺസർ ആക്കാൻ പറ്റത്തില്ല. ആൻഡ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അഫിഡവിറ്റ് നമുക്ക് പ്രൂഫ് ആയിട്ട് കൊടുക്കേണ്ടേ വരും. ഓക്കെ, ഞാൻ എന്റെ സിസ്റ്ററിനെ പുറത്തേക്ക് പോകാൻ വേണമെങ്കിൽ എനിക്ക് സ്പോൺസർ ചെയ്യാം. ഞാൻ എന്റെ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളോ 3 മാസത്തെ സ്റ്റേറ്റ്മെന്റും ITR കൊടുത്തിട്ട് നമ്മൾ അത് ഫണ്ട് ജെന്യൂൻ ആക്കുകയാണ്. ഫണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം, അത് പ്രശ്നമില്ല. 3 months അക്കൗണ്ടിൽ മസ്റ്റ് ആയിട്ട് ഫണ്ട് കിടന്നിരിക്കണം ഷെങ്കനിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇതാണ് ഷോ മണിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റേ ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 to 9 months മാത്രമേ സ്റ്റേ ബാക്ക് ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ലാറ്റ്വിയ ലിത്വാനിയയുടെ ഇൻ ഷോർട്ട്. ഞാൻ ഇതിൽ പ്രോസസ്സ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്, ഡിപ്പോസിറ്റ് പേയ്മെന്റ് വരുന്നുണ്ട്. ഈ ടൈമിൽ ആപ്ലിക്കേഷൻ ഫീസ് വന്ന് നേരെ സർട്ടിഫിക്കറ്റ് ലാറ്റ്വിയ ആണോ ലിത്വാനിയ ആണോ AIC അല്ലെങ്കിൽ SKVCക്ക് നമ്മൾ പ്രോസസ്സ് കൊടുക്കുവാണ്. 45 ഡേയ്സിന് ശേഷം മാത്രമേ ഓഫർ ലെറ്റർ വരത്തുള്ളൂ. അന്നേരമാണ് ഫീസ് പേയ്മെന്റ് ചെയ്യുന്നത്. പിന്നെ വിസ പ്രോസസ്സിലേക്ക് പോവാണ്. ഇതാണ് ലാറ്റ്വിയ ലിത്വാനിയയുടെ ഒരു ഓവറോൾ പ്രോസസ്സിന്റെ ഡീറ്റെയിൽ. ക്ലിയർ ആയല്ലോ? സോ ഇനി വരുന്ന പ്രൊഫൈലൊക്കെ നോക്കുക, ഫണ്ട് നോക്കുക. ലാറ്റ്വിയ ലിത്വാനിയക്ക് പോകുന്ന ഒരു കുട്ടിക്ക് വേണ്ട മിനിമം ഫണ്ട് ഒരു 5 to 6 lakhs ഇന്ത്യയിൽ നിന്ന് സ്പെൻഡ് ചെയ്യാൻ വേണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഷോ മണി ഫോർ 3 months. ഓക്കെ, ഇതാണ്. അപ്പൊ ഒരു 5-6 ലക്ഷം കയ്യിലുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ലാറ്റ്വിയ ലിത്വാനിയക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ ലാറ്റ്വിയ ആൻഡ് ലിത്വാനിയ. കമ്മിങ് ടു ഹംഗറി, ഇപ്പൊ ഇത്രയും പറഞ്ഞ പ്രോസസ്സിന്റെ ഏകദേശം സെയിം തന്നെയാണ് ഹംഗറിയുടെ കാര്യവും. 60% മാർക്ക് വേണം. UGക്കും PGയുടെ ആൻഡ് ഫീസിന്റെ ഭാഗം മാത്രം ഒരു ചേഞ്ച് ഉണ്ട്. 2.5 to 4 lakhs പെർ സെമസ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, അത് ഫീസ് പെർ സെമസ്റ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ 1 year വരുമ്പോഴത്തേക്കിന് ഫീസ് വരുന്നത് ഒരു 5 to 8 lakhs ഫീസ് വരും. ഹംഗറി കുറച്ചുകൂടെ എബോവ് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഹംഗറി. പബ്ലിക് യൂണിവേഴ്സിറ്റി ഓഫ് ഡെപ്രഷൻ ഉണ്ട്. അവിടെ MBBS പഠിക്കുന്ന കുട്ടികൾക്ക് UK പ്ലാബ് എഴുതണ്ട. ദാറ്റ് മീൻസ് അത്രത്തോളം അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയുന്നതല്ല, യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൊടുത്തേക്കുന്ന കാര്യമാണ്. അപ്പൊ അത്രത്തോളം വാലിഡ് ആയിട്ടുള്ള ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള നല്ല അടിപൊളി യൂണിവേഴ്സിറ്റീസ് കുട്ടികൾ എന്ന് വെച്ചാൽ 5 ലക്ഷമോ 6 ലക്ഷമോ പെർ ഇയർ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പൊ മറ്റേ കൺട്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ആണ് 5 to 6 lakhs ഞാൻ പറഞ്ഞത്. ഇതിലാണെങ്കിൽ ഒരു 5 to 6 lakhs ട്യൂഷൻ ഫീസ് തന്നെ വരും, പ്ലസ് എക്സ്ട്രാ ഒരു 2 lakhs എക്സ്പെൻസ്. അപ്പോൾ ഒരു 8 lakhs അല്ലെങ്കിൽ 9 lakhs ആയിരിക്കും ഈ ഒരു ഹംഗറിക്ക് പോകേണ്ട ഒരു കുട്ടികളുടെ ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഹംഗറിയിൽ പ്ലേസ് ചെയ്യാം. ഓൾ പ്രോഗ്രാംസ്, സ്പെഷ്യലി മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ്, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ്, എല്ലാ പ്രോഗ്രാം, മാനേജ്മെന്റ് എല്ലാ പ്രോഗ്രാമും ഉണ്ട്. ഓക്കെ, 60% മസ്റ്റ് ആയിട്ടുള്ള മാർക്കാണ്. ഓക്കെ, സോ സ്റ്റേ ബാക്ക് സെയിം തന്നെയാണ്. ആൻഡ് ഹംഗറിയിലെ കേസിൽ നമുക്കൊരു 8 lakhs ഒക്കെ മതി ഷോ മണി. ഓക്കെ, ചില യൂണിവേഴ്സിറ്റി അവിടെ ബ്ലോക്ക്ഡ് ഫണ്ടാണ് കാണിക്കേണ്ടത്. അത് 6 lakhs ബ്ലോക്ക്ഡ് ഫണ്ട് ഒക്കെ ആണെങ്കിൽ 6 lakhs കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു 8 to 10 lakhs ഷോ മണി 3 monthsലേക്ക് കാണിക്കാം ഫോർ ബാച്ചിലർ ആൻഡ് മാസ്റ്റേഴ്സ്. ഓക്കെ,
ഇതാണ് ഹംഗറിയുടെ ഡീറ്റെയിൽ വരുന്നത്. ആൻഡ് വൺ തിങ്, ലിത്വാനിയ ഇപ്പൊ TRP പ്രോസസ് ആക്കിയേക്കാണ്. നമ്മൾ യൂഷ്വലി ഷെങ്കനിൽ ഇവിടുന്ന് വിസ എടുത്ത് പോയാലും കുട്ടികൾ അവിടെ ചെന്നതിന് ശേഷം TRP എടുക്കണം, ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ലിത്വാനിയുടെ കേസിൽ ഫ്രം ഇന്ത്യ നമ്മൾ അത് എടുത്തിട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഇതാണ് ലാറ്റ്വിയ, ലിത്വാനിയ, ഹംഗറിയുടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കും ഫണ്ടിന്റെ പാർട്ടും മാത്രമാണ്. ദെൻ കമ്മിങ് ടു പോളണ്ട്. പോളണ്ടിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക് കഴിഞ്ഞ മാർക്ക് തൊട്ടുള്ളവരെ പോളണ്ടിൽ നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ഫീസ് റേഞ്ച് ഒരു 1.52 lakhs മുതൽ മാനേജ്മെന്റിൽ നമുക്ക് കിട്ടും. ലാറ്റ്വിയ, ലിത്വാനിയ, ഹംഗറിയെക്കാട്ടിലും ഫീസ് കുറഞ്ഞിട്ട് നമുക്ക് പോളണ്ടിൽ കിട്ടും. 3.5 നമുക്ക് നഴ്സിംഗ് എടുക്കാം വിത്തൗട്ട് IELTS പോളണ്ടിൽ പറ്റും. ഓക്കെ, ആൻഡ് അക്കൗണ്ടിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. 10 lakhന്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 10 lakh ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടണമെങ്കിൽ ഒരു 12 lakhോളം ഫണ്ട് കൊണ്ട് FD ആക്കുക. FD അഗൈൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുക. ക്രെഡിറ്റ് കാർഡിന്റെ 1 month സ്റ്റേറ്റ്മെന്റ്, FD അഗൈൻസ്റ്റ് ലോൺ ലെറ്റർ. ഇത് ക്രെഡിറ്റ് കാർഡ് ആക്കണം നമ്മൾ, ഇന്റർനാഷണൽ ട്രാവൽ കാർഡും അല്ല. ഓക്കെ, ചില ബാങ്കുകാർ പറയും ട്രാവൽ കാർഡ് അല്ല, ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് തന്നെ വേണം. അതിന്റെ ലിമിറ്റ് വരുന്നത് 10 lakhs ആണ്. അതിന്റെ 1 month സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പോളണ്ടിലെ വിസ സബ്മിഷന് വേണ്ടി പോകേണ്ടത്. ഇതാണ് പോളണ്ടിലെ ഫണ്ടിങ് പാർട്ട്. ഓക്കെ, സോ സ്റ്റേ ബാക്ക് വിൽ ബി 1 year. പോളണ്ടിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ലാറ്റ്വിയ, ലിത്വാനിയ, ഹംഗറി, പോളണ്ട് ഈ 4 കൺട്രിയിൽ നമ്മൾ പബ്ലിക്കും അതേപോലെ തന്നെ പ്രൈവറ്റും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. രണ്ടും ഈക്വൽ വാല്യൂ ഒക്കെ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. കുറച്ചുകൂടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരിക്കും, കുട്ടികൾക്ക് ഓഫർ ഒക്കെ പുഷ് ചെയ്യാൻ പറ്റും. പബ്ലിക് ആണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല, എലിജിബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണ് ഞാൻ പോളണ്ടിൽ ഒരു 50% പറയുന്നത്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് 50% ഇല്ല, ഓരോ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഈവൻ ഹംഗറിയിൽ നമുക്ക് 50% എടുക്കാനുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓക്കെ, അതല്ലാത്ത പക്ഷം പോളണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ, ഹംഗറി ഒക്കെ 60% തന്നെയാണ് മെജോറിറ്റി യൂണിവേഴ്സിറ്റിയിലും വരുന്നത്. അപ്പൊ മാർക്ക് ശ്രദ്ധിക്കുക, ഫ്രം ഇന്ത്യ എക്സ്പെൻസ് ശ്രദ്ധിക്കുക, അക്കൗണ്ടിൽ കാണിക്കേണ്ട ഷോ മണി ശ്രദ്ധിക്കുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് കോഴ്സ് ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. എല്ലാ കോഴ്സ് ഓപ്ഷൻസും നമുക്ക് ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഹംഗറിയിൽ അവൈലബിൾ ആയിരിക്കും. അത് ഫ്രം ഇന്ത്യ എക്സ്പെൻസും കുറവല്ലേ. മറ്റേത് രാജ്യത്ത് പോയാലും ഒരു 5 to 6 lakhs കൂടുതലാണ് കമ്പയർ വിത്ത് മറ്റ് ഷെങ്കൻ കൺട്രി നോക്കുമ്പോൾ. ലാറ്റ്വിയ, ലിത്വാനിയ, ഹംഗറിക്കൊന്നും വലിയ റിജക്ഷൻസ് വരത്തില്ല. ഡെഫിനറ്റ്ലി പോളണ്ട് ഒരു റിജക്ഷൻ ഇച്ചിരി കൂടുതലുള്ളതാണ് ഈ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ആ കുട്ടികൾ അതനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ മുൻകൂട്ടി പറയാം. ഓക്കെ, സോ സെക്ഷനിൽ ചോദിക്കാം. ഹലോ, നമ്മൾ ഷോമണി എന്ന് പറയുമ്പോഴത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആ ലോൺ കാണിച്ചാൽ മതിയോ, അതൊരു സെപ്പറേറ്റ് പിന്നെ ഷോമണിയോ ഇടേണ്ടി വരുമോ? ലോൺ ലെറ്റർ പറ്റത്തില്ല, ഡിസ്ബേഴ്സ്മെന്റ് ചെയ്ത് അക്കൗണ്ടിൽ വരണം. അക്കൗണ്ടിൽ തന്നെ വരണം. ലോൺ അപ്രൂവ് ആക്കിയാലും പറ്റത്തില്ല. ഇല്ല, ലോൺ അപ്രൂവ് ലെറ്റർ പറ്റത്തില്ല, ഡിസ്ബേഴ്സ്മെന്റ് ചെയ്ത് അക്കൗണ്ടിൽ വരണം. മാം, പോളണ്ടിലെ നഴ്സിംഗിന്റെ ഇൻടേക്ക് അടുത്ത് വരുന്ന സെപ്റ്റംബറിലല്ലേ? യെസ്, സെപ്റ്റംബറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ 3.5 lakhs പെർ ഇയർ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ UK പഠിക്കുന്ന 4 വർഷത്തെ ഫീസ് ഉണ്ടെങ്കിൽ പോളണ്ടിൽ പഠിക്കുകയും ചെയ്യാം. അവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് 3 വർഷം പഠിച്ചു കഴിയുകയും ചെയ്യാം. അതും ഷെങ്കൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. ഒരിടത്ത് ജോലി ചെയ്ത് കിട്ടാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി 26 രാജ്യങ്ങളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കാം. സ്പെഷ്യലി മെഡിക്കൽ ഫീൽഡുകാർക്കൊക്കെ എളുപ്പമാണ്. പിന്നെ ഷെങ്കനിൽ ഒരു നഴ്സിംഗ് ഹെൽത്ത് റിലേറ്റഡ് പോകുന്ന കുട്ടികളുടെ അടുത്ത് മുൻകൂട്ടി തന്നെ പറയാം, അവർക്ക് രജിസ്ട്രേഷൻസ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം ഉണ്ട്, 3 years 4 years ഉണ്ട്. അവർ അവരുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും എക്സാംസ് എഴുതുന്നത് മെജോറിറ്റി യൂണിവേഴ്സിറ്റിയിലും. ഓക്കെ, അത് അവിടുത്തെ നിയമമാണ്. മാസ്റ്ററിന് 2 years പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് ഷോമണി കാണിക്കണം. അതിന് ഏത് കൺട്രിക്ക് നമുക്ക് പോകണമെങ്കിലും ഫ്രം ഇന്ത്യ പോവുകയാണെങ്കിൽ ഷോമണി കാണിക്കണം. അത് 3 months തന്നെ അങ്ങനെ തന്നെ കാണിക്കേണ്ടി വരും. 3 months തന്നെ കാണിക്കണം. 3 months തന്നെ കാണിക്കണം.
മാം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പോകുമ്പം പോളണ്ടിൽ പോളിഷ് അല്ലേ, അപ്പൊ ആ ലാംഗ്വേജിലാണോ അവർ എക്സാം? പഠിക്കുന്നത് ഇംഗ്ലീഷ് ടോൾ പ്രോഗ്രാംസ് ആണ്. നഴ്സിംഗ് എന്നോട് ചോദിച്ചില്ലേ, അപ്പൊ നഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കുന്നത് 3 വർഷം. അതിനുശേഷം അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആവണമല്ലോ. അല്ല, അവർക്ക് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. രജിസ്റ്റേർഡ് നേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് ലോക്കൽ ലാംഗ്വേജിലായിരിക്കാം കുറച്ചൊക്കെ എക്സാം വരുന്നത്. അപ്പൊ കുറച്ചൊക്കെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷ് ടോൾ പ്രോഗ്രാംസ് ആണെങ്കിൽ മാത്രം മതി എന്നൊന്നും കൗൺസിൽ ചെയ്തേക്കല്. ഈ നഴ്സിംഗിൽ മാത്രമേ പറയുന്നത് കേട്ടോ. MBBS-ഉം നഴ്സിന്റെ കാര്യം മാത്രമേ പറയുന്നത്, മറ്റു ഡിപ്പാർട്ട്മെന്റ് അല്ല. ഓക്കെ മാം. മാം അതുപോലെ +2 ഉള്ള കുട്ടികൾ പോകണമെന്നുള്ളവർക്കും 50% മാർക്ക് മതി. മാർക്ക് ഫോർ ബോത്ത് പി ആൻഡ് UG നമുക്ക് 50% ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് പോളണ്ടിൽ ഒരു യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹംഗറിയിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ഉണ്ട് 50 റേഞ്ചിൽ. അതിൽ താഴോട്ട് വരില്ല, 50 ആണ് കട്ട് ഓഫ് മാർക്ക്. IELTS അവർക്ക് നിർബന്ധം അല്ലല്ലോ? IELTS റിക്വയർമെന്റ്. നമ്മളിപ്പോ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ IELTS ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. വെരി ഫ്യൂ യൂണിവേഴ്സിറ്റി ഇൻ ഹംഗറി IELTS ആവശ്യമുള്ളൂ, ബാക്കിയൊന്നും IELTS ഇല്ലാതെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും MBBS-ന് നീറ്റ് മാൻഡേറ്റ് ആണോ? അല്ല, നോ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നമുക്ക് APS സർട്ടിഫിക്കറ്റ്, ജർമ്മനിയിലെ APS സർട്ടിഫിക്കറ്റ് പോലെ സർട്ടിഫിക്കറ്റ് ബാക്കി ക്ലിയർ അല്ല. വെരിഫിക്കേഷൻ ഏത് സർട്ടിഫിക്കറ്റ് ആണ് ചെയ്യേണ്ടത്? അതെങ്ങനെ സ്റ്റുഡന്റ്? എനിക്ക് ക്ലിയർ ആവുന്നില്ല അഞ്ജന, ഒന്നും കൂടെ പറയൂ. ജർമ്മനിയിലെ APS സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഈ കൺട്രികളിലേക്ക് വേറെ വെരിഫിക്കേഷൻ APS സർട്ടിഫിക്കറ്റ് പോലെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്? വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, അത് യൂണിവേഴ്സിറ്റിക്ക് APS-ന്റെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ലാറ്റ്വിയിലാണെങ്കിൽ AIC എന്ന് പറയും, AIC വെരിഫിക്കേഷൻ. യൂണിവേഴ്സിറ്റിക്ക് ഡോക്യുമെന്റ്സ് കൊടുക്കുക ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണത് ചെയ്യുന്നത്. എക്സ്പെൻസ് ഒന്നും ഇല്ല. യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയാണ് AIC. ലാറ്റ്വിയയിൽ SKVC. ഓക്കെ, ഇതാണ് ലാറ്റ്വിയയിലെ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന വെരിഫിക്കേഷൻ പ്രോസസ്. അത് ഗവൺമെന്റ് ആണ്. അതിനുശേഷം വന്നാൽ മാത്രമേ നമ്മൾ ആ കോഴ്സിന് എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ആ ടൈമിന് ആപ്ലിക്കേഷൻ പോകും. ആപ്ലിക്കേഷൻ ഫീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ടബിളും അല്ല. പക്ഷെ നോർമലി ഫിക്സ്ഡ് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 60% മാർക്കിൽ കുറഞ്ഞിട്ടുള്ള പ്രൊഫൈൽസ് എടുക്കരുതെന്ന്. ചില പിള്ളേർ അഡമന്റ് ആയിട്ട് പറയും, ഇല്ല ഞങ്ങളുടെ ഫ്രണ്ട്സ് 50-60 നമുക്ക് അതിപ്പം എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ പോകും, ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് പോകും. ഓക്കെ മാം. അതുപോലെ തന്നെ നമുക്ക് MBBS-ന് പോയാല് നീറ്റ് മാൻഡേറ്റ് അല്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് നീറ്റ് എടുക്കാതെ പോയാൽ ഇന്ത്യയിൽ വന്നിട്ട് ഒരു കോഴ്സ് പറ്റില്ല. നീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അത് ഒരിക്കലും എബ്രോഡിൽ മാൻഡറ്ററി ഡോക്യുമെന്റ് അല്ല. നീറ്റ് ഇല്ലാതെ നമുക്ക് എബ്രോഡിൽ അഡ്മിഷൻസ് എടുക്കാം. പക്ഷെ അതിനകത്തൊരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എഴുതാത്ത കുട്ടികൾക്ക് നാട്ടിൽ വന്ന് നെക്സ്റ്റ് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, സോ NMC-യുടെ റൂൾ പ്രകാരം ഇപ്പോഴത്തെ നിയമം അതാണ്. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ നിയമം ഉണ്ടാവും എനിക്കറിയില്ല, ബിക്കോസ് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിയമപ്രകാരം നീറ്റ് എഴുതാത്ത കുട്ടികൾക്ക് നമുക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാം, പ്രൊവൈഡഡ് നമ്മൾ അവരുടെ എഴുതി വാങ്ങിക്കും. എനിക്ക് നാട്ടിൽ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഇത് അറിവോട് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഫിഡവിറ്റിൽ എഴുതി വാങ്ങിക്കും. ബിക്കോസ് അവർക്ക് ഷെങ്കനിലോ വേറെ ഏത് രാജ്യത്തോ വേണമെങ്കിൽ പോയി പ്രാക്ടീസ് ചെയ്യാം, ലൈസൻസ് എഴുതിയാൽ മതി. അവിടുത്തെ ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ഡോക്ടറായിട്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. പക്ഷെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ്. അപ്പൊ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അവർ നീറ്റ് എടുത്ത് ചെയ്യണമെന്ന് നമ്മൾ ക്വാളിഫൈ ആയാൽ മതിയല്ലോ. ഇപ്പൊ 138 139 എങ്ങാണ്ടല്ലേ ഉള്ളൂ. ക്വാളിഫൈ ആയാൽ മതി. ക്വാളിഫൈ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോഴത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കൺട്രീസ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് നോക്കിക്കോളൂ. കമ്പയർഡ് വിത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി വെച്ച് നോക്കുമ്പോഴത്തേന് കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ എമൗണ്ട് ആണ്. പിന്നെ പൊതുവെ ബാച്ചിലർ പിള്ളേരെ ഒന്നും നമുക്ക് UK-ലോ കാനഡയോ ഒക്കെ റിജക്ഷൻസ് കൂടുതലുണ്ട്. UK-ലാണെങ്കിൽ ടു മച്ച് പേയ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് UG-ക്കും PG-ക്കും ഒരേപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് ആണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് ഫയൽസ് കൂട്ടുക, കൺവേർട്ട് ചെയ്യാം. ലാറ്റ്വിയയിൽ ഇത്തുവരെ ഹംഗറിയിലേക്ക് കൂടുതലും കൺവേർട്ട് ചെയ്യാം. പോളണ്ടിലേക്ക് ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസും കോഴ്സ് ഫീസും കുറവാണ്. ഒന്നും നടന്നില്ലെങ്കിൽ മാത്രം പോളണ്ട് ഓപ്ഷൻ. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ വിസ റിജക്ഷൻസ്
ഇച്ചിരിയുള്ള കുറച്ച് കൂടുതലാണ് ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് പോളണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അങ്ങനെ വലിയ റിജക്ഷൻസ് ഒന്നും വരത്തില്ല. പിന്നെ പോളണ്ട് സ്ലോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഔട്ട്സോഴ്സ് വഴിയാണ് സ്ലോട്ട് എടുക്കുന്നത്. അപ്പൊ അത് തേർഡ് പാർട്ടിക്ക് ഫണ്ട് പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. 40,000 to 50,000 ഒക്കെ ചിലപ്പോൾ സ്ലോട്ടിന് പേയ്മെന്റ് ആവും. അപ്പം എല്ലാ പിള്ളേർക്കും സ്ലോട്ട് കിട്ടും. പക്ഷെ ഈ പറയുന്ന പോലെ ഓൺലൈൻ വഴിയൊന്നും എടുക്കാൻ പറ്റത്തില്ല സ്ലോട്ട്. അതും എക്സ്പെൻസീവ് ആയിരിക്കും മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പം നഴ്സിംഗ് പഠിക്കാം, അതും 3 ഇയർ പഠിക്കാം, വിത്തൗട്ട് IELTS പഠിക്കാം. ഇങ്ങനെ വെറൈറ്റി പ്രോഗ്രാം ഫീസ് കുറഞ്ഞിട്ട് പോളണ്ടിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, അക്കാഡമിക്കിന്റെ 60% അല്ലെങ്കിൽ 50% പറഞ്ഞിരുന്നല്ലോ. അതല്ലാതെ ആ കുട്ടികൾക്ക് എന്താ പറയാ ഇയർ ഗ്യാപ്പോ അതല്ലെങ്കിൽ അരിയേഴ്സോ ബാക്ക്ലോഗ്സോ ഉള്ള കുട്ടികൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റഡ് ആണോ? 60 ബാക്ക്ലോഗ്സ് പ്രശ്നമില്ല. പക്ഷെ അത് ഇയർ ഗ്യാപ്പ് വരരുത് അധികം. നമ്മൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ഇപ്പൊ നോർമൽ ഡ്യൂറേഷൻ ഇപ്പൊ ഒരു കുട്ടി പഠിച്ചിറങ്ങേണ്ടത് 3 വർഷമാണെങ്കിൽ 3 വർഷമാണെങ്കിൽ ബെറ്റർ. ഇപ്പൊ അല്ലെങ്കിൽ ഒരു ലൈക്ക് നെക്സ്റ്റ് ഇയറും കൂടെ കൊടുക്കാം. അതല്ലാതെ ഇപ്പൊ ഞാൻ പറയാണ് +2 കഴിഞ്ഞ ഒരു 4 ഇപ്പൊ ആൾക്ക് 23 വരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. +2 കഴിഞ്ഞ് ആളൊരു ഏതെങ്കിലും ഒരു ഡിപ്ലോമയ്ക്ക് പോയി, അത് പാസ്സായില്ല, നോ ഇഷ്യൂസ്, അതിനെ ഫില്ല് ചെയ്ത് തന്നാൽ മതി, ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തന്നാൽ മതി. വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാം. ഓക്കെ, പിന്നെ 23ക്ക് അപ്പുറം പോവാതിരിക്കുക. ഓക്കെ. പിന്നെ ഈ ഷോമണി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ബാങ്കുകളും എല്ലാം RBIയുടെ അണ്ടറിൽ വരുന്ന മാത്രമാണോ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബാങ്ക്സ് അക്സെപ്റ്റ് ചെയ്യൂ? നാഷണലൈസ്ഡ് ബാങ്ക് ആണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. സോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് എല്ലാവരും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. ഡെൽറ്റ വിൽ ബി ദി പോയിന്റ് ഓഫ് ലൈക്ക് ഡെൽറ്റ കളക്ട് ചെയ്ത് എനിക്ക് തരുന്നതായിരിക്കും. സോ ഡെൽറ്റ ഡു ദി തിങ് ഓഫ് റിപ്പോർട്ട് കളക്ട് ചെയ്യുക, സെൻഡ് മീ ദി റിപ്പോർട്ട്. എല്ലാം ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഹംഗറിയുടെ ഡേറ്റ എല്ലാത്തിലെയും എന്താണ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് നമുക്കൊന്ന് നോക്കാം. ആൻഡ് സോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിത് അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും കുട്ടികൾക്ക്? ഇപ്പൊ ദിസ് ഇസ് എ റൈറ്റ് ടൈം. ഓക്കെ, കാര്യം നമ്മൾക്ക് ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയി. അപ്പം ഒന്നുമില്ല, വെരി സിമ്പിൾ. 60% മാർക്കുള്ള കുട്ടികൾ വിത്ത് ഇപ്പൊ ഫ്രം ഇന്ത്യ ഒരു 5 to 6 lakhs ബഡ്ജറ്റ് ഉള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക. പ്രോഗ്രാംസ് നമ്മൾ തരും, അത് കൊടുക്കുക. ആപ്ലിക്കേഷൻ സമയം നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓഫർ കിട്ടാൻ 45 days എന്ന് വെച്ചാൽ ഒരു 1.5-2 മാസം എടുക്കും ഇവർക്ക് ഓഫർ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ. ഓക്കെ, മെജോറിറ്റി ടൈം കിട്ടും. പിന്നെ ബാച്ചിലർ പ്രോഗ്രാംസിനൊക്കെ എൻട്രൻസോ ഇന്റർവ്യൂ ഉണ്ടാവും. അത് ഷെങ്കന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വൈസ് അപ്ഡേഷൻ ഞാൻ തരാം, ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. ചിലപ്പോൾ എൻട്രൻസ് കാണത്തുള്ളൂ, മെജോറിറ്റി ഇന്റർവ്യൂ ആയിരിക്കും. എൻട്രൻസ് ആണെങ്കിൽ അത് അവർ ക്ലിയർ ചെയ്താൽ മാത്രമേ ഓഫർ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ അത് യൂണിവേഴ്സിറ്റി വൈസും ഒക്കെ പറഞ്ഞുതരാം. മാസ്റ്റർ ലെവൽ പ്രോഗ്രാമിന് ചിലപ്പോൾ വല്ല ഇന്റർവ്യൂ ഉണ്ടാവും, പൊതുവെ ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ ഓഫർ വിത്തിൻ 1 മാസം 1.5 മാസത്തിനുള്ളിൽ ആ SKVC അല്ലെങ്കിൽ AIC ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേന് വരും. ഇനി ഹംഗറിയോ പോളണ്ടോ ആണെങ്കിൽ 2 weeksനുള്ളിൽ തൊട്ട് ഓഫേഴ്സ് വന്നു തുടങ്ങും. ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റി. പബ്ലിക് ഒക്കെ ആണെങ്കിൽ 1.5 മാസം എടുക്കും, അല്ലെങ്കിൽ 2 weeksനൊക്കെ ഉള്ളിൽ തൊട്ട് ഓഫർ വന്നു തുടങ്ങും. ഡിപ്പെൻസ് ഓൺ കൺട്രി ഓഫറിന്റെ ഇത് മാറും. നിങ്ങൾ അത് കുട്ടിയുടെ പ്രൊഫൈൽ അനുസരിച്ച് യൂണിവേഴ്സിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്ത് തരുമല്ലോ, ടാപ്പ് ചെയ്ത് പറഞ്ഞുതരാം. യൂഷ്വലി പോളണ്ട് ആയിരിക്കും കുറച്ച് ഡിലേ ആവുന്നെന്ന് തോന്നുന്നു. ഇല്ല, പോളണ്ട് ഓഫർ ഒക്കെ വെരി ഫാസ്റ്റ് ആണ്. പോളണ്ട് ഓഫർ ഒന്നും ഡിലേ ആവത്തൊന്നുമില്ല. ഈ കൺട്രി അപ്ലൈ ചെയ്യുമ്പോഴേ നോർമലി എത്ര
നോർമൽ പോലെ തന്നെ 1 month 15 to 20 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 15 to 30 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ വെച്ചോളൂ. 30 വർക്കിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ വിസയുടെ അപ്ഡേഷൻ ഒക്കെ നമുക്കറിയാം. പിന്നെ ലിത്വാനിയയിലെ TRP ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. TRPയുടെ പ്രോസസ്സ് 2 മാസമാണ്. ഓക്കെ, 2 months ആണ് TRPയുടെ. വിസയുടെ പ്രോസസ്സിലേക്ക് കൂടുതൽ നിങ്ങൾ ഇപ്പൊ പോവണ്ട, ബിക്കോസ് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോകും. ഇപ്പൊ എൻട്രി റിക്വയർമെന്റ് ഫോക്കസ് ചെയ്യുക, ഫണ്ടിന്റെ പാർട്ട് ഫോക്കസ് ചെയ്യുക, കോഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൗൺസിലർ ആരാണോ ഇവിടെ അസിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഡെൽറ്റ ആണോ ആരാണോ അസിസ്റ്റ് ചെയ്യുന്നത് അവരോട് ചോദിക്കുക ടാറ്റ് പീരീഡ് ഓഫ് വിസ എത്രയാണ്. ബിക്കോസ് ഇപ്പൊ ലാറ്റ്വിയ ഞാൻ പറഞ്ഞു, ലാറ്റ്വിയക്ക് നോർമലി 30 to 45 days. അപ്പൊ അതിന് അപ്പോയിന്റ്മെന്റ് കിട്ടി. ഓരോന്നിനും ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ചാണ്. എന്തായാലും ഒരു 2 months 45 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞോളൂ. അത് ജനറലി ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഫണ്ടിന്റെ പറയുമ്പോഴേക്ക് 2 സ്പോൺസർ ആഡ് ചെയ്യാനായിട്ട് പറയുന്നില്ലേ? ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ ഒരു സ്പോൺസർ ആയാലും മതി. സെൽഫ് സ്പോൺസർ ഓക്കെ, അപ്പൊ 1 സ്പോൺസർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മിനിമം എത്ര ആനുവൽ ഇൻകം വേണം, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, നമ്മളിപ്പം ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ പറയുന്ന പോലെ 10 lakhsന്റെ ITR അങ്ങനെയൊന്നും ഇല്ല. അവർ കൊടുക്കുന്ന ഒരു ഷോ മണി ഉണ്ടല്ലോ, അതിന് കപ്പാസിറ്റി ഉള്ളവരായാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 6 lakhs ആണ് ഹംഗ്രി പറഞ്ഞത്. ഒരു 30,000 rupees സാലറി കിട്ടുന്ന ഒരാൾ സ്പോൺസർ ചെയ്താലും 6 lakhs നമുക്ക് 3 yearsന്റെ ഇത് എടുക്കുമ്പോൾ അവർക്ക് അത് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഒരു 40, അങ്ങനെ ഡിപ്പെൻസ് ഓൺ സാലറി. നിങ്ങൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ITR ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഓക്കെ ആണല്ലോ. ഡെഫിനറ്റ്ലി ITR നമുക്കൊരു മെറിറ്റ് സ്പോൺസർ ആക്കാൻ പറ്റത്തില്ല. ITR ഇല്ലെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ITR എടുപ്പിക്കാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് 3 year ITR ഒക്കെ എടുപ്പിക്കാൻ. അപ്പം ITR മസ്റ്റ് ആയിട്ടും വേണം. അതും 0 ITR സ്പോൺസർ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സാലറിയും അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ 10 lakhsന് സ്പോൺസർ ചെയ്യാൻ ഷോ മണി സ്പോൺസർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് വരുന്ന പോലെ ഫണ്ട് ഉണ്ടാവണം അവർക്ക് സ്പോൺസർ ചെയ്യും. ഹലോ മാം, പറഞ്ഞോളൂ. ഇതിലിപ്പോ നമ്മള് ITRന്റെ കേസ് പറഞ്ഞില്ലേ, അത് നമ്മള് കൂടുതൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുട്ടികളാകുമ്പോഴത്തേക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവര് ITR ഫയൽ ചെയ്യുന്ന ഫാമിലി ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്താ ഇവർക്ക് ഇത് പോകാൻ പറ്റുമോ, അതോ വേറെ ആരെങ്കിലും കൊണ്ട് ഇതുപോലെ തന്നെ സ്പോൺസർ ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്? അങ്ങനെയല്ല. ITR എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഇപ്പം ഓസ്ട്രേലിയക്ക് 10 lakhsന്റെ ITR ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നത്. അത് പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, പ്രീമിയം അതായത് നല്ലൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ, ഈ IT പ്രൊഫഷണൽസ് നല്ല ഹ്യൂജ് മണി 1 lakh or 2 lakh ഒക്കെ സാലറി ഒക്കെ വാങ്ങിക്കുന്ന ആ ലെവലിലുള്ളവർക്കായിരിക്കാം അത് സ്പോൺസർ പറ്റത്തുള്ളൂ. ഈ ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ടിൽ പോകുന്ന കുട്ടികൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ളവർ മാത്രമല്ല, അവർക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നല്ല കോഴ്സസ് അവിടെ ഉണ്ടാവും, കുറഞ്ഞ ഫീസ് മതിയല്ലോ, ഷെങ്കിളിന് എത്താവല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി എന്റെ കയ്യിൽ വലിയ പൈസ ഇല്ല എന്ന് പറഞ്ഞ കാറ്റഗറിയിലുണ്ട്. അവരുടെ വീട്ടിലും അച്ഛനോ അമ്മയോ സിബിലിയൻസോ ഗ്രാൻഡ് പേരൻസോ അങ്കിളോ ആന്റിയോ ആരെങ്കിലും വർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ചെയ്യും. അത് പറഞ്ഞു തരാം നിങ്ങൾക്ക്, ഒരു പ്രൊഫൈൽ വരട്ടെ. കാര്യം നമുക്ക് ഇത് ജനറലി സംസാരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ല. അപ്പൊ അത് നമുക്ക് സ്പോൺസേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെയാന്നുള്ളത് വിസയുടെ ഭാഗമാണ്. അത് ആ ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് സ്റ്റുഡന്റ് ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റുമോ? കാരണം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആരാണ് സ്പോൺസർ എന്നുള്ള രീതിയിലേക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഫാമിലി ഹിസ്റ്ററിയും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഡൗട്ട്. അപ്പം ഈ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് വി വിൽ സിറ്റ് വിത്ത് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ സെക്ഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഡേയ്സ് എപ്പോഴേലും, നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഈ കമ്മിങ് വീക്കിൽ എപ്പോഴേലും, ബിക്കോസ് ഡെഡ് ലൈൻ ആവാൻ പോകുന്നുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കിന് നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്യും. അപ്പം നിങ്ങളിപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, കിട്ടുന്ന പ്രൊഫൈലൊക്കെ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദി കോർഡിനേഷൻ ഡെൽറ്റ, and we will see you in next class. Thank you guys. Thank you, ma'am.
താങ്ക് യു സോ മച്ച്. സോ മാം നല്ല ക്ലാസ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നു. സോ മാക്സിമം ഇപ്പോൾ എല്ലാവരും UK കാനഡ ഒക്കെ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം യൂറോപ്പ് കൺട്രീസ്. അപ്പം മാക്സിമം ഡേറ്റാസ് നിങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത ശേഷം നമ്മളേക്ക് പാസ് ചെയ്യുക. നമ്മൾ അതിനുള്ള പ്രോപ്പർ ഇൻഫോർമേഷൻ അപ്ഡേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം അത് ഡെഡ് ലൈന് മുന്നേ ഫാസ്റ്റ് പാക്കാം. ഓക്കെ. സോ താങ്ക് യു എവരി വൺ ഫോർ ജോയിൻ ദ മീറ്റിംഗ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.